കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷം സൃഷ്ടിച്ച CPIM അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ ഹർത്താൽ. അതിനിടെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നാളെ ഹൈക്കോടതിയെ സമീപിക്കും. വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസെ, ഇപ്പോൾ ഏകദേശം അതായത് ഈ ഹർത്താൽ ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിടുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇന്നലെ വലിയ രീതിയിൽ സംഘർഷം നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം നീണ്ട സംഘർഷാവസ്ഥയായിരുന്നു ഈ ചേവായൂർ ബാങ്കിന് മുന്നിലുമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഭദ്ര, ഈ ഹർത്താലിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സമാധാനപൂർണ്ണം തന്നെയാണ്. എങ്കിൽ കൂടിയും മലയോര മേഖലയായിട്ടുള്ള മുക്കത്തൊരു നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഹർത്താൽ അനുകൂലികളും ടാക്സി ഡ്രൈവർമാരും തമ്മിൽ നേരിയൊരു വാക്ക് തർക്കമായിരുന്നു. പിന്നീട് അത് പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. തുറന്ന കടകൾ കോൺഗ്രസ് പ്രവർത്തകർ അടപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ്സുകൾ സർവീസ് നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു അനിഷ്ട സംഭവവും ഇതുവരെയായി ഈ ഹർത്താൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹർത്താൽ സമാധാനപൂർണ്ണമായി തന്നെ തുടരുകയാണ്. എന്നാൽ ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യവസായി സമിതിയും ഈ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ കൂടിയും ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ്, തട്ടകത്തിലാണ് ഞാനുള്ളത്. കോഴിക്കോട് മിഠായി തെരുവിലാണ്. പക്ഷേ മിഠായി തെരുവിൽ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. നാമമാത്രമായ വിരലിലെണ്ണാവുന്ന കടകൾ, അതും പകുതി മാത്രം ഷട്ടർ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. മുഴുവൻ ബാക്കി കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നഗരത്തിൽ മാത്രമാണ്, അതായത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം, ഒപ്പം KSRTC ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് കാര്യമായ കടകമ്പോളങ്ങൾ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ചില ബസ്സുകൾ സർവീസ് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ചിലയിടങ്ങളിൽ ആ ബസ്സുകൾ സർവീസ് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് ബസ്സുകൾ ഓടുന്നില്ല. അങ്ങനെ സമ്മിശ്രമായ ഒരു പ്രതികരണം തന്നെയാണ്. പക്ഷേ ഈ വ്യാപാരികൾ പലയിടത്തും കടകൾ തുറന്നിട്ടുമില്ല. ഇത് ഈ നഗരങ്ങളിൽ മാത്രമാണ് കടകൾ തുറന്നിരിക്കുന്നത്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വലിയ സംഘർഷമാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അടക്കമുള്ള നേതാക്കൾക്ക് ഗുരുതര പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ എന്ന് കോൺഗ്രസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വിജയിച്ചത് CPIM പിന്തുണയോടുകൂടി മത്സരിച്ച കോൺഗ്രസ് വിമതരാണ്. സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ അവർ രൂപീകരിച്ച ആ കൂട്ടായ്മയാണ് ഇന്നലെ 11 സീറ്റും നേടി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. മറ്റൊന്ന്, പോലീസിനും ഒപ്പം തന്നെ സഹകരണ വകുപ്പിനുമെതിരെയാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്നലെ പോലീസ് വളരെ നിഷ്ക്രിയമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സംഘർഷം തടയാൻ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. പോലീസ് അതായത് ഈ വോട്ടർമാരെ തടയുന്ന CPIMകാർക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ഒരു കള്ളവോട്ടിന് കൂട്ടുനിന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പോലീസിനും ഒപ്പം തന്നെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം തന്നെ ദൃശ്യങ്ങൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. നാളെയാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ഭദ്ര. ശരി, റിയാസ് KMR വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷം സൃഷ്ടിച്ചത് CPIM ആണെന്നും അട്ടിമറിച്ചു എന്നും ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഹർത്താൽ. എന്തായാലും നിലവിൽ സമാധാനപൂർവമായിട്ടുള്ള ഒരു ഹർത്താൽ തന്നെയാണ് ജില്ലയിൽ നടക്കുന്നത്. അതേസമയം ചില കടകളൊക്കെ തുറന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ചില കടകളൊക്കെ അടപ്പിക്കുന്ന സാഹചര്യവും ഉണ്ട്.